സിറോ മലബാർ സഭ നേതൃത്വവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയാണ്. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളും മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളുമൊക്കെ ചർച്ചയാകും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, എവിടെയാണ് ഈ നിർണായക കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ആരൊക്കെ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമാകുന്നുണ്ട്? അക്ഷയ, പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3:30 കൂടിക്കാഴ്ച ആരംഭിച്ചു. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് പിന്നിട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈ സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ, അതുപോലെ തന്നെ ഫരീദാബാദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര, അതിന് പുറമെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ, കേരളത്തിലെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJP നേതാവ് ഷോൺ ജോർജ് എന്നുള്ളവരാണ് ഈ കൂടിക്കാഴ്ചയിൽ, പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ച എന്നുള്ളതിനപ്പുറത്തേക്ക് ക്രൈസ്തവർ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ചർച്ചയാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ആ ക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അതെങ്ങനെ മുന്നോട്ട് പോകുന്നു, അതെങ്ങനെ പുരോഗമിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളടക്കം ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഛത്തീസ്ഗഡിലടക്കം അവിടെ കന്യാസ്ത്രീക്ക് നേരിട്ട ആക്രമണം, അതിനുശേഷം CBCയും അതുപോലെ സീറോ മലബാർ സഭയും അടക്കം ഈ പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴൊന്നും തന്നെ നടന്നിട്ടില്ല. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സഭ പ്രധാനമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും രാജ്യത്തിപ്പോഴും ക്രൈസ്തവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടക്കം ഛത്തീസ്ഗഡിൽ ഇപ്പോഴും എന്ന് പറയുന്നത് തന്നെയാണ് ശരി. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോഴുള്ളതല്ല. അപ്പോൾ ഇപ്പോഴിങ്ങനെ ഒരു കൂടിക്കാഴ്ച എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോൾ സീറോ മലബാർ സഭാ പ്രതിനിധികൾക്ക് അപ്പുറത്തേക്ക് മറ്റു സഭ അധ്യക്ഷന്മാരുമായിട്ടും മേലധ്യക്ഷന്മാരുമായിട്ട് ആയിട്ട് ഒരു ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി തയ്യാറാകുമോ? അതിലേക്കുള്ള നീക്കങ്ങളൊക്കെ നടക്കുമോ വരും ദിവസങ്ങളിൽ? അക്ഷയ, തീർച്ചയായിട്ടും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടക്കം കേരളത്തിൽ പടിവാതിക്കൽ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അതിനെ രാഷ്ട്രീയമായിട്ടും പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ചും BJP നേതാക്കളുടെ അടക്കം ഒരു സാന്നിധ്യം ഈ ചർച്ചയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്. ഇത്തരത്തിൽ ഇനിയും കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമോ, മറ്റ് സഭാ അധ്യക്ഷന്മാരുമായിട്ടും മറ്റ് സഭാ പ്രതിനിധികളായിട്ടും അടക്കം ചർച്ച ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സീറോ മലബാർ സഭയുടെ നേതാക്കൾ പ്രധാനമായിട്ടുള്ളവരെല്ലാം തന്നെ പുറത്തെത്തി എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുമായി ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ, അതിൽ പ്രധാനമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് വിശദീകരിക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമാകുന്നു. എന്തായാലും സഭാ നേതൃത്വത്തിനൊപ്പം BJP നേതാക്കൾ, പ്രധാനമായിട്ടും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അതുപോലെ സംസ്ഥാനത്തെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും BJP നേതാവ് ഷോൺ ജോർജും അടക്കമുള്ളവരുടെ സാന്നിധ്യം കൂടിയാണ് ഈ ചർച്ചയുടെ പ്രാധാന്യത്തെ ഇത്രത്തോളം വർദ്ധിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുകയാണ്. നിലവിൽ കേരളത്തിൽ ഈ രാജ്യത്തുടനീളം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, അവരുടെ ദുരിതങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്താൻ തന്നെയാണ് സഭ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം ക്രൈസ്തവർ ഒരുപാട് കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മാർപ്പാപ്പയെ കൊണ്ടുവരാൻ കഴിയണം, അതിന് സർക്കാർ കത്തയക്കണം, ക്ഷണം നൽകണം എന്നുള്ള കാര്യം മുൻപത്തെ സമയത്ത് അടക്കം ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരുപാട് നാളുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന് ക്രൈസ്തവർ പല തവണ ഈ സംഘടനകളും അതുപോലെ തന്നെ സഭാ അധ്യക്ഷന്മാരും അടക്കം പ്രധാനമന്ത്രിയെ കണ്ട് ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷെ അപ്പോഴൊന്നും തന്നെ ഇത് സാധ്യമാകാതെ പോയൊരു അവസ്ഥ കൂടിയുണ്ട്. ഈ കാര്യങ്ങളടക്കം ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ആക്രമണങ്ങൾ, ഒപ്പം തന്നെ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുന്ന വിഷയങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സീറോ മലബാർ സഭ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുന്നത്, നേതൃത്വവുമായിട്ടുള്ള ചർച്ച നടത്തുന്നത്. നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.